ഹായ്. അപ്പോൾ വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കണവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പണിയിൽ ഏർപ്പെട്ടുകൊള്ളിട്ടാ. അപ്പോൾ ഞാനിതാ ചെറുതായിട്ട് അച്ചാറിൻ്റെ ഒക്കെ ഒരു പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ വെളുത്തുള്ളി അച്ചാർ മിക്സഡ്, അതേപോലെ മാങ്ങ, നാരങ്ങ, ഈത്തപ്പഴം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസുകളാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഇപ്പോൾ ഇതിന് എവിടുന്നാ ഇപ്പോൾ ടൈം ഉണ്ടാവും. ടൈമൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടെത്തുന്നതല്ലേ. നമ്മളിപ്പോൾ വീട്ടിലെ ജോലി നമ്മൾ ചെയ്യണില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ആയാൽ നമുക്ക് അധികം ഒരു പണിയായിട്ടൊന്നും തോന്നൂല കേട്ടോ. പിന്നെ നമ്മൾ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഏർപ്പെട്ടാൽ അത് നല്ലതല്ലേ, നമുക്കൊരു വരുമാനമായി. അപ്പോൾ ഇതാ ഞാനിതാ വെളുത്തുള്ളി അച്ചാറും മിക്സഡ് അച്ചാറും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ബോട്ടിലാക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ രാത്രിയാണ് കേട്ടോ ബോട്ടിലാക്കൽ. അപ്പോൾ ഇക്കാ കടയിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഞാനും ഇക്കായും കൂടെയാണ് ആക്കൽ. അപ്പോൾ ഇക്കാ നല്ല ഹെൽപ്പ് ചെയ്യും ഇതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ആദ്യം ഞങ്ങൾ കവറിലായിരുന്നു കേട്ടോ കൊടുത്തിരുന്നത് 250 ഗ്രാം. ഇപ്പോൾ അത് ബോട്ടിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ബോട്ടിലാക്കണത് ഇതാ ഞങ്ങൾ ഇതേപോലത്തെ ഒരു സുർക്കൻ്റെ കുപ്പി എടുത്തിട്ട് 2 ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്യും. അപ്പം എന്നിട്ട് ആ ഭാഗം കുപ്പിയിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിലിങ്ങനെ ഒഴിച്ച് കൊടുക്കുക ചെയ്യലിട്ടാ. അപ്പം നമ്മൾ കുപ്പിൻ്റെ പുറത്തേക്കൊന്നും ഇങ്ങനെ ആവില്ല. അപ്പോൾ ഇതാ തൂക്കം നോക്കണ മെഷീനും ഇതൊക്കെ നമ്മളിപ്പോൾ ഇത് തുടങ്ങിയതിന് ശേഷം വാങ്ങിയതാണ് കേട്ടോ. ഇതിൽ വെയിറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ആക്കൽ. അപ്പം നമ്മൾ ഇതിന് ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ അപ്പോൾ ഓരോന്നിങ്ങനെ ഞങ്ങൾ ബോട്ടിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി വന്നതിന് ശേഷമാണ് ഞങ്ങൾ ആക്കൽ. ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ജസ്ലി മോളും ഇരിക്കലുണ്ട് കേട്ടോ രാത്രി. അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും ഞാൻ അപ്പോൾ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ബോട്ടിൽ നമ്മൾ 200 ഗ്രാമിൻ്റെ ബോട്ടിലാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ബോട്ടിൽ വാങ്ങുമ്പോൾ കുറച്ച് അധികം ബോട്ടിൽ നമ്മൾ വാങ്ങും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ മൂടിയും അതിൻ്റെ മേലെ വെക്കാനുള്ള സ്റ്റിക്കറും ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് എല്ലാതും നമ്മൾ മിക്സഡ് അച്ചാറും വെളുത്തുള്ളി അച്ചാറൊക്കെ മൊത്തമായിട്ട് നമ്മൾ ഇങ്ങനെ ബോട്ടിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഈ ബോട്ടിലിൻ്റെ മേലെ വെക്കാനുള്ള ഈ സ്റ്റിക്കർ ഉണ്ടല്ലോ, അത് അയൺ ചെയ്തിട്ടുണ്ട് വെക്കൽ. അപ്പോൾ അതൊക്കെ ചെയ്യണത് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഓരോന്നും നല്ല ഒരു അത്യാവശ്യം ചൂടിലുണ്ട് നമ്മളിത് അയൺ ചെയ്യേണ്ടത്. അപ്പോൾ അത് അതിമേ പ്രസ്സായി നിൽക്കുള്ളൂ. ഇനിയിപ്പോൾ ഓരോന്നും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ ഓരോ ബോട്ടിലിൻ്റെയും മൂടിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മൂടിയിട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇപ്പം സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇക്കാതെ അവിടെ ഓരോന്നും ഇങ്ങനെ അയൺ ചെയ്ത് തന്ന് ഞാനിങ്ങനെ ഓരോന്നും മൂടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സമയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ആരും ഇരിക്കണ്ട കേട്ടോ. ഇതിനൊക്കെ പ്രത്യേകിച്ച് സമയം കണ്ടെത്താനൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന ജോലീൻ്റെ കൂടെ ഇത് കണ്ടെടുക്കുമ്പോൾ അപ്പോൾ എല്ലാത്തിനും സമയം ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒന്ന് തുടങ്ങുമ്പോൾ നമ്മൾ പഠിച്ചോ നമ്മളെ വിജയിപ്പിക്കുമെന്നൊരു വിശ്വാസം നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും കൂടി മനസ്സിൽ വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങി തന്നെ കേട്ടോ. അപ്പോൾ ഇതാ ഓരോരോ ബോട്ടിലും ഇങ്ങനെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ബോട്ടിലിൻ്റെ മേലെ സ്റ്റിക്കർ ഒട്ടിക്കാനുണ്ട്. അപ്പോൾ ഈ സ്റ്റിക്കറൊക്കെ നമ്മൾ വാങ്ങിച്ചത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒന്നിച്ചിട്ട് വാങ്ങിയതാണ്. ഇതാ വെളുത്തുള്ളിൻ്റെ സ്റ്റിക്കറും ഉണ്ട്, മിക്സഡിൻ്റെ സ്റ്റിക്കറും ഉണ്ട്. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഓരോന്നോരോന്നായി ഇതിങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ നെയ്സിലിപ്പോൾ കൊട്ടിക്കൂല അതേപോലെ കേട്ടോ. ഇതിന് ഓരോന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് സ്റ്റിക്കർ ഒട്ടിക്കണമുണ്ട്. പിന്നെ ഈ സ്റ്റിക്കറുകൾ നമ്മൾ വിലയും കാര്യങ്ങളും പിന്നെ ഡേറ്റ് അതൊക്കെ നമ്മൾ വെക്കണുണ്ട് കേട്ടോ. അതൊക്കെ വെക്കാനുള്ള ഒരു മെഷീൻ പോലത്തെ ഒരു സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡേറ്റും കാര്യങ്ങളും പിന്നെ വില ഇടണതും ഒക്കെ അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ട് ചെയ്യൽ. അപ്പോൾ ഇത് ഓരോന്നും കട്ട് ചെയ്ത് ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് നല്ല ഫിനിഷിൽ ഒട്ടിക്കണം കേട്ടോ. എവിടെയും ചുളിയാൻ അതിനൊന്നും പാടില്ല. അപ്പോൾ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളിത് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ഓരോന്നും ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ഒട്ടിക്കുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, നല്ലപോലെ ഒട്ടിക്കുക, എവിടെയും ചുളിയൊന്നും വരില്ലേ, നമുക്ക് പുറത്തൊക്കെ കൊടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഞാനിത് അതേപോലെ ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കുറേ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എത്രയുള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ബായ്.